വയനാട്ടിലെ വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണത്തിൽ 6 പേർ കസ്റ്റഡിയിൽ. പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തിയേക്കും. കോളേജിൽ വിദ്യാർത്ഥി കോടതി പ്രവർത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തി. കോളേജ് അധികൃതരിൽ പരാതി എത്താതെ ഇവിടെ തന്നെ പരാതി തീർപ്പാക്കും. കോളേജിൽ പരസ്യ വിചാരണ പതിവെന്നും പോലീസ് അറിയിച്ചു. കൽപ്പറ്റ ഡിവൈഎസ്പി TN സജീവന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ടി അനീസ് അലി വിവരങ്ങൾ നൽകാനായി വയനാട് നിന്ന് ചേരുന്നുണ്ട്. അനീസ, ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിക്രൂരമായി മർദ്ദനമേറ്റിരുന്നു എന്ന കാര്യമുണ്ടായിരുന്നു. ഈ കോളേജിൽ വിദ്യാർത്ഥി കോടതി എന്ന് പോലീസ് പറയുന്നുണ്ടല്ലോ, ഇതെന്താണ് സംഭവം? ഈ പിടികൂടിയ ആളുകളുടെ വിവരങ്ങൾ കൂടി. അമൃത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് 6 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ 12 വിദ്യാർത്ഥികൾ, കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 12 വിദ്യാർത്ഥികൾ ഒളിവിൽ പോയിരുന്നു. അവരെ കൂടാതെ 6 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മൊത്തം 18 പ്രതികളാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഉള്ളത്. അത് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ കോളേജിൽ ഇതുപോലെ ഇപ്പോൾ ഉണ്ടായ സിദ്ധാർത്ഥിന് നേരിട്ട റാഗിംഗ് പോലെയുള്ള പരസ്യ വിചാരണയും മർദ്ദനവും ഒക്കെ പതിവാണ് ഈ കോളേജിൽ. ഇതായിട്ട് വിദ്യാർത്ഥികളുടെ ഒരു സമാന്തര കോടതി പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ നിന്ന് അവിടെ തന്നെ വിധി തീർപ്പാക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും ഈ സംഭവം പുറത്തറിയാറില്ല. വിദ്യാർത്ഥികൾ കോളേജ് അധികൃതരിലേക്കോ പോലീസിലേക്കോ ഈ സംഭവങ്ങൾ എത്തിക്കാറില്ല. കോളേജ് അത് അത്തരത്തിലുള്ള ഒരു ഭീഷണമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് TN സജീവന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ DYSP ആണ് അദ്ദേഹം പറയുന്നത്, നിലവിൽ ഈ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി മുറിവേറ്റിരുന്നു എന്നതും അന്വേഷണത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ